ഒരിക്കല് ഒരു വലിയ പേരാലിന്റെ മുകളില് ഒരു ആൺകാക്കയും ഒരു പെൺകാക്കയും ജീവിച്ചിട്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകാക്ക കുറച്ച് നാള് കഴിഞ്ഞപ്പോ 3 മുട്ടകളിട്ട്. എന്നിട്ട് ഈ 3 മുട്ടകളും കുറച്ച് നാള് കഴിഞ്ഞപ്പം എന്തുണ്ടായി? വിരിഞ്ഞു വന്നു. അപ്പോഴ് 3 മനോഹരമായ കുഞ്ഞുങ്ങള്. അപ്പൊ ഈ പേരാലിന് ഒരു ചെറിയ പൊത്തുണ്ടായിരുന്നേ. ആ പൊത്തിന്റെ അകത്ത് ഒരു കൃഷ്ണ സർപ്പം. ആ സർപ്പത്തിന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം ആൺകാക്കയും പെൺകാക്കയും കൂടെ തീറ്റ തേടി പറന്നു പോയപ്പോഴ് ഇപ്പൊ സർപ്പം പതുക്കെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വന്ന് ആ 3 കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? തിന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴോ പാവം കാക്കകൾക്ക് ഭയങ്കര വിഷമായി. 2 പേരും ക്രാന്നും പറഞ്ഞോണ്ട് ചുറ്റും വട്ടമിട്ട് അവര് കരഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാള് കഴിഞ്ഞപ്പോ പെൺകാക്ക മുട്ടയിട്ടു. അപ്പൊ സർപ്പത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇനിയും കുഞ്ഞുങ്ങളെ തിന്നാലോ. അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോ ആൺകാക്ക ചെന്നിട്ട് കൂട്ടുകാര് കാട്ടിലുണ്ടായിരുന്നേ. കാട്ടിലെ കൂട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിയുമ്പോ ഞങ്ങളുടെ പൊത്തിന് മരത്തിന്റെ ആ പൊത്തില് ഒരു സർപ്പമുണ്ട്. ഈ സർപ്പം എപ്പോഴും തിന്നാണെന്ന് പറഞ്ഞേ. അപ്പൊ കുറുക്കനുണ്ടായിരുന്നേ. കുറുക്കനൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്താൽ മതി എന്ന് കാക്കോട് പറഞ്ഞു. എന്നിട്ട് കുറുക്കൻ സ്വകാര്യം പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടുത്തെ രാജാവിൻ്റെ രാജ്ഞി കുളത്തിൽ കുളിക്കാൻ പോയി കഴിഞ്ഞേ. അപ്പം കുളത്തിൽ കുളിക്കണതിന് മുമ്പ് നല്ല പവിഴമാലയൊക്കെ ഉണ്ടായിരുന്നു. ആ പവിഴമാല ഊരി കുളത്തിൻ്റെ കരയിൽ വെച്ചു. നമ്മുടെ ആൺകാക്ക എന്താ ചെയ്തതെന്നറിയാമോ? അത് അങ്ങോട്ട് കൊത്തിയെടുത്ത് പറന്നു. അപ്പം രാജ്ഞി ഉറക്ക നിലവിളിച്ചു. അപ്പം ആരും ഒന്ന് ഭടന്മാരൊക്കെ പെട്ടെന്ന് വന്നോണ്ട് ചോദിച്ചു, എന്തേ രാജ്ഞി പറ്റിയെന്ന് പറയാം. അപ്പം പറഞ്ഞു, എൻ്റെ പവിഴമാല കൊണ്ട് ഒരു കാക്ക പറന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ കാക്ക പതുക്കെ പറഞ്ഞേ. എന്നിട്ട് പതുക്കെ പറന്ന് അപ്പം ഭടന്മാർ ഈ കാക്കയുടെ പിറകെ പോയി. കാക്ക എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവിഴമാല കൊണ്ടുപോയി ഈ സർപ്പം ഇരുന്ന ആ പൊത്തിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ പാമ്പിനെ അങ്ങോട്ട് അടിച്ചു. എന്നിട്ട് സംഭവിച്ചെന്നറിയാമോ? ഈ ഭടന്മാരൊക്കെ ഈ കാക്കയുടെ പിറകെ പറന്ന് വന്നിട്ട് ഈ പൊത്തിലേക്ക് നോക്കിയപ്പോഴും അവിടെ ഒരു സർപ്പം. അങ്ങനെ വടിയെടുത്തിട്ട് ആ സർപ്പത്തെ അടിച്ച് കൊന്നു കഴിഞ്ഞപ്പോ കാക്കകൾക്ക് ഭയങ്കര സന്തോഷായി. എന്താ പറ്റിയേ? പിന്നെ കാക്കകളുടെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടത്തില്ലേ? എന്തോ ഒരു കാക്കകളെ പറക്കുന്നല്ലേ, കാക്കകളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടത്തില്ലേ? അപ്പോഴേ നമുക്ക് ചിലപ്പോ ഈ കാക്കയ്ക്ക് സർപ്പത്തെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാ തോൽപ്പിച്ചേ? ബുദ്ധി കൊണ്ട്. ചിലപ്പോ നമുക്ക് ശക്തി ഇല്ലെങ്കിലും ബുദ്ധി ഉണ്ടായാല് ശക്തരെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നന്നായിട്ട് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കേട്ടോ? അപ്പൊ നല്ല ശക്തിയെ എല്ലാ കാലത്തും ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാനായിട്ട് പറ്റും.